അന്നു പറഞ്ഞു PM ശ്രീ അറബിക്കടലിലെന്ന്. ഇന്ന് പദ്ധതിയുമായി മുന്നോട്ട്. പിണറായി വിജയൻ. PM ശ്രീ പദ്ധതിയിൽ UDF സർക്കാർ BJPക്ക് കീഴടങ്ങിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ധാരണാപത്രം ഒപ്പിട്ടതുകൊണ്ട് പദ്ധതി നടപ്പാകില്ലെന്നും കേന്ദ്ര സർക്കാരിന് മുന്നിൽ കീഴടങ്ങിയത് എന്തടിസ്ഥാനത്തിലാണെന്ന് UDF സർക്കാർ വ്യക്തമാക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഒരു സർക്കാർ ഒപ്പിട്ടതുകൊണ്ട് മാത്രം പദ്ധതി നടപ്പാകില്ല. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും മോണിറ്ററിംഗ് കമ്മിറ്റി വേണം. കൂടാതെ പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകളുടെ പട്ടികയും തയ്യാറാക്കി കേന്ദ്രത്തിന് അയക്കണം. എന്നാൽ LDF സർക്കാർ ധാരണാപത്രം ഒപ്പിടുക മാത്രമാണ് ചെയ്തത്. തുടർ നടപടികളൊന്നും സ്വീകരിച്ചില്ല. മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കുകയോ സ്കൂളുകളുടെ പട്ടിക കൈമാറുകയോ ചെയ്തിട്ടില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. LDF സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് SSK ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു. എന്നാൽ രാജ്യത്തെ എല്ലാ കോൺഗ്രസ് സർക്കാരുകളും PM ശ്രീ പദ്ധതി അംഗീകരിക്കുന്നതാണ് കാണുന്നത്. പദ്ധതിയെ അനിശ്ചിതമായി എതിർത്ത UDF ആ പദ്ധതി അംഗീകരിച്ച് നടപ്പാക്കുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി അവർ തന്നെ വിശദീകരിക്കണം. ധാരണാപത്രം റദ്ദ് ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് അവകാശമുണ്ട്. സംസ്ഥാന സർക്കാരിന് ഭേദഗതി ചെയ്യാൻ അവകാശമുണ്ട്. എന്നിട്ടും കേന്ദ്ര സർക്കാരിന് കീഴടങ്ങിയത് എന്തടിസ്ഥാനത്തിലാണെന്ന് സർക്കാർ വ്യക്തമാക്കണം. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരത്തിലേറി. നയപരമായി തീരുമാനിച്ചാൽ മാത്രമേ ഈ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാനാവുകയുള്ളൂ. അത്തരത്തിൽ ഒരു നയമാറ്റത്തിന് UDFനെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് അവർ തന്നെ വ്യക്തമാക്കണം. കരാർ ഒപ്പിട്ടാലും പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സർക്കാരിന് കഴിയും. പഞ്ചാബ് സർക്കാർ അതിനുദാഹരണമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു.